ഇതാ നിങ്ങൾക്കായൊരു സുവർണാവസരം. ദൈവവചനത്തെ വിഭജിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുന്ന ത്രിദിന ബൈബിൾ സെമിനാർ 2026 ജനുവരി 6, 7, 8 തീയതികളിൽ ത്രിദിന ബൈബിൾ സെമിനാർ കോട്ടയത്തുള്ള കാസ മറിയ സെന്ററിൽ വെച്ച് നടത്തപ്പെടുന്നു. നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുവാൻ വേണ്ടി ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി 9495591252. യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം. ഇന്നൊരു പുതിയ വിഷയം പങ്കുവയ്ക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഹെഡിങ്ങിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ബൈബിളിൽ വൈരുദ്ധ്യങ്ങളോ, അതായത് ഇവിടെ ഞാൻ വൈരുദ്ധ്യങ്ങൾ എന്ന് പറയാൻ കാരണം വിഷയം ഇതാണ്: ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താലാണെന്ന് പൗലോസ് പറയുമ്പോൾ, അല്ല, മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തിയാലാണ് എന്ന് യാക്കോബ് പറയുന്നു. അപ്പം ഇതിലേതാണ് ശരി എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം. യാക്കോബ് പറയുന്നത് വിശ്വസിക്കണമോ അല്ല പൗലോസ് പറയുന്നത് വിശ്വസിക്കണമോ? എല്ലാവരും എന്താ പറയുന്നതെന്നറിയാമോ എന്ന് പറഞ്ഞാൽ 66 പുസ്തകങ്ങളും ബൈബിളിലെ എല്ലാ ബുക്കുകളും എല്ലാ എഴുത്തുകളും നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ്, നമുക്കുള്ളതാണ്, ഈ കൃപായുഗ വിശ്വാസികൾക്കുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നവരായിരിക്കുന്നവർ അവർ പറയുന്നത് ഇത് രണ്ടും ശരിയാണ് എന്നാണ്. വിശ്വാസത്താലാണ് നീതീകരണം, എന്നാൽ അത് പ്രവൃത്തിയിലൂടെ കാണിക്കണം എന്നാണ് ലോകത്തിലുള്ളായിരിക്കുന്ന എല്ലാ മനുഷ്യരും പറയുന്നത് എന്ന് കാണാനായിട്ട് പറ്റും. അങ്ങനെ പറയുന്നവരോട് ഞാനൊന്ന് പറയട്ടെ. റോമാ ലേഖനത്തിൽ അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. അവിടെ കൃപ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനത്തെയാണ്. അതായത് നമ്മളുടെ വിശ്വാസം മാത്രം മതി നീതീകരിക്കപ്പെടുവാൻ. അത് ദൈവത്തിൻ്റെ ദാനമായ കൃപയാലാണ് ലഭിക്കുന്നത്. പ്രവൃത്തിയാലെങ്കിൽ കൃപയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല എന്ന് പൗലോസ് പറയുന്നു. അപ്പം എന്താണേലും വിശ്വാസത്താലാണ് നീതീകരണം, അത് പ്രവൃത്തിയിലൂടെ കാണിക്കണം. പൗലോസ് എഴുതിയപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് പറഞ്ഞു. യാക്കോബും യോഹന്നാനും ഒക്കെ എഴുതിയപ്പോൾ അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇത്രയുള്ള വ്യത്യാസം. ബൈബിളിൽ അങ്ങനെ വൈരുദ്ധ്യങ്ങളില്ല എന്നാണ് സാധാരണക്കാർ അതിനെക്കുറിച്ച് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്താണ് നീതീകരണം എന്ന് പറയുന്നത്? നീതീകരണം എന്ന് പറയുന്നത് ഒരു കോടതി വാക്കാണ്, ഒരു ജുഡീഷ്യൽ വാക്കാണത്. എന്താണെന്ന് വെച്ചാൽ, ഒരു കുറ്റവാളിയെ പിടിച്ചു, അവനെ ന്യായാധിപൻ്റെ മുമ്പിൽ, ജഡ്ജിയുടെ മുമ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവന് വേണ്ടി ഇരുപക്ഷവും വാദിക്കും. എൻ്റെ പ്രതി കുറ്റക്കാരനല്ല എന്ന് വാദിക്കുന്നതായിരിക്കുന്ന പ്രതിയുടെ വക്കീലും ഉണ്ടാകും. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളായിരിക്കുന്ന ഒരു വക്കീലുണ്ടാകും. ഈ മനുഷ്യൻ കുറ്റക്കാരനാണ് എന്ന് വാദിക്കുന്ന ഒരു ഗവൺമെൻറ് വക്കീലും ഉണ്ടാകും. ഇരുപക്ഷത്തെയും വാദമെല്ലാം കേട്ട് കഴിയുമ്പോൾ ജഡ്ജി ഒരു തീരുമാനത്തിലെത്തും. ഒന്നുകിൽ ഈ മനുഷ്യൻ കുറ്റക്കാരനാണെന്ന് അദ്ദേഹം വിധിക്കും, അല്ലെങ്കിൽ ഈ മനുഷ്യൻ കുറ്റം ചെയ്തിട്ടില്ല, അവൻ നീതിമാനാണ്, കുറ്റം ചെയ്തിട്ടില്ല എന്ന് വിധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കുറ്റവാളിയെ ന്യായാധിപൻ കുറ്റവിമുക്തനാക്കുന്ന, അവൻ കുറ്റക്കാരനല്ല എന്ന് പ്രഖ്യാപിക്കുന്ന, അവനെ സ്വതന്ത്രനായി വിടുന്ന ആ ഒരു കാര്യത്തെയാണ് ബൈബിളിൽ നീതീകരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ളായിരിക്കുന്ന സകല മനുഷ്യരും ദൈവത്തിൻ്റെ കോടതിയുടെ മുമ്പാകെ കുറ്റക്കാരാണ്. ഏക മനുഷ്യൻ ചെയ്ത പാപത്താൽ സകല മനുഷ്യരും കുറ്റക്കാരായി തീർന്നു. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ഉം അതിൻ്റെ 23-ഉം ഒക്കെ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ബൈബിൾ എല്ലാവരെയും പാപത്തിൻ്റെ കീഴിൽ അടച്ചു കളയുന്നു. ഈ പാപിയായിരിക്കുന്ന മനുഷ്യന് ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് നീതീകരണം കിട്ടണം. അവൻ കുറ്റക്കാരനല്ല എന്നുള്ളതായിരിക്കുന്ന ദൈവിക പ്രഖ്യാപനം വരണം. യഥാർത്ഥ ന്യായാധിപതിയായിരിക്കുന്ന ആ ദൈവം എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ ഈ ദാസൻ കുറ്റക്കാരനല്ല എന്ന് വിധിക്കുന്ന വിധിയാണ് ബൈബിളിലും
നീതീകരണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് ഏത് വിധത്തിലാണ് ലോകത്തിൽ ലഭിക്കുന്നത്, എങ്ങനെയാണ് മനുഷ്യന് ലഭിക്കുന്നത് എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പൗലോസിൻ്റെ എഴുത്തുകളിലും യാക്കോബിൻ്റെ എഴുത്തുകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ദൈവം എങ്ങനെയാണ് ഒരു മനുഷ്യനെ കുറ്റവിമുക്തനാക്കുന്നത് എന്നുള്ളതാണ്. ഞാനത് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ കൂടെ പറയട്ടെ. ഇന്ന് ലോകത്തിലുള്ളായിരിക്കുന്ന എല്ലാ മനുഷ്യരും ധരിച്ചു വെച്ചിരിക്കുന്നത് പാപം ചെയ്യുന്നത് കൊണ്ടാണ് മനുഷ്യൻ ദൈവത്തിന് മുമ്പാകെ കുറ്റക്കാരനായിത്തീരുന്നത്. പാപമാണ് ദൈവത്തിന് മുമ്പാകെ കുറ്റക്കാരൻ. അപ്പോൾ കുറേ നീതി പ്രവൃത്തികൾ ചെയ്താൽ കുറ്റവിമുക്തി നേടാം എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്താഗതിയാണ് ഇന്ന് ലോകത്തിലുള്ളായിരിക്കുന്ന സകല മനുഷ്യർക്കും എന്ന് ഞാൻ പറയുമ്പോൾ കോടാനുകോടി മനുഷ്യരെല്ലാം അങ്ങനെ തന്നെയാണ്. ഏത് സമൂഹമാകട്ടെ, ഏത് ജാതിയാകട്ടെ, ഏത് വർഗമാകട്ടെ, ഏത് ഭാഷക്കാരാകട്ടെ, ഏത് മതക്കാരാകട്ടെ, എല്ലാവരുടെയും വിശ്വാസം ദൈവത്തോട് മനുഷ്യൻ കുറ്റക്കാരനാകുന്നത് അവൻ ചെയ്യുന്ന തെറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് എല്ലാവരും വിചാരിക്കുന്നു. ബൈബിൾ ശരിക്കും പഠിക്കുന്നവർക്കറിയാം. എന്നാൽ ബൈബിളിൽ പറയുന്നത് ഏക മനുഷ്യൻ്റെ പാപമാണ് സകല മനുഷ്യർക്കും പാപകാരണമായി തീർന്നത്. അങ്ങനെ ഏക മനുഷ്യൻ്റെ പാപത്താൽ സകല മനുഷ്യരും പാപികളായി തീർന്നു. ആ ഏക മനുഷ്യൻ ആദാമാണെന്നും ആദാമിൻ്റെ പാപമാണ് സകല മനുഷ്യരിലേക്കും പാപം പരക്കാൻ കാരണമെന്നും ബൈബിൾ പഠിക്കുന്നവർക്കറിയാം. എന്നാൽ ഇതേ ബൈബിൾ പഠിക്കുന്ന ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്നവർ പോലും ചിന്തിക്കുന്ന എന്താണെന്ന് അറിയാമോ? സൽപ്രവൃത്തികൾ ചെയ്യുക, നീതി ചെയ്യുക, ഉപവാസവും നോമ്പും ചെയ്യുക, കുന്നു കയറുക, മല കയറുക, ഭയങ്കരമായിരിക്കുന്ന തീർത്ഥാടനങ്ങൾ നടത്തുക, കഷ്ടപ്പാടുകൾ സഹിക്കുക, സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിക്കുക, ഇതെല്ലാം ചെയ്യുമ്പോൾ ദൈവം മനസ്സലിഞ്ഞിട്ട് മനുഷ്യനെ നീതീകരിക്കും. ദൈവത്തിൻ്റെ കോടതിയിൽ അവനെ കുറ്റവിമുക്തി തരും എന്നുള്ളതാണ്. ഏത് മനുഷ്യനും ഏത് മതത്തിലും വിശ്വാസത്തിലും ഉള്ളവനോട് ചോദിച്ചാലും ദൈവത്തിൻ്റെ കോടതി മുമ്പാകെ നീതീകരിക്കപ്പെടുവാൻ അവരുടെ വിശ്വാസത്തിൻ്റെ അളവിനനുസരിച്ച് അവരുടെ വിശ്വാസം എന്താണോ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് അവർ ആ കാര്യം പ്രസ്താവിക്കുക. എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് എന്താ പറയുക, ഹൈന്ദവ വിശ്വാസമുള്ളതായിരിക്കുന്ന സഹോദരന്മാരോട് ചോദിക്കുക, കുറ്റവിമുക്തി നേടാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നീതീകരണം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും? അവർ പറയും എന്താണ്, മല കയറുക, നോമ്പ് നോക്കുക, ശബരിമലയ്ക്ക് പോകുക, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പുണ്യക്ഷേത്രങ്ങളിൽ പോവുക, അവിടെ പോയി തൊഴുത് വഴിപാട് അർപ്പിക്കുക. കാര്യസാധ്യത്തിന് അവർ പറയുന്നത് തന്നെയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് പിന്നെ വ്രതം, നോമ്പ്, മലകയറ്റം, പിന്നെ തീർത്ഥാടനം, ത്യാഗം സഹിക്കൽ, അങ്ങനെ 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 അവർ അവരുടെ വിശ്വാസപ്രകാരം പലതും പറയും. ഒരു സന്യാസിയോട് ചോദിക്കാം, നീതീകരിക്കപ്പെടാൻ എന്ത് ചെയ്യണം, ദൈവത്തിൻ്റെ മുമ്പാകെ നീതിമാനായി തീരാൻ എന്ത് ചെയ്യണം എന്നൊരു സന്യാസിയോട് ചോദിച്ചാൽ ആ സന്യാസി എന്ത് പറയുമെന്നറിയാമോ? സന്യാസി പറയും തപസ്സിരിക്കാൻ പറയും. കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസം അതാ. തപസ്സിരുന്ന് ഹിമാലയ സാനുക്കളിൽ തപസ്സിരുന്ന് മോക്ഷം നേടാമെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പം അയാൾ വിശ്വസിച്ച കാര്യമല്ലേ അയാൾക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അയാൾ വിശ്വസിക്കുന്ന അയാൾ പറയും. ഒരു ഇസ്ലാമിനോട് ചോദിക്കാന്നിരിക്കട്ടെ, മോക്ഷം നേടാൻ അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, ദൈവത്തിന് മുമ്പാകെ ദൈവ കോടതിയുടെ മുമ്പാകെ നീതീകരിക്കപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അയാൾ പറയും, അവർ പറയും, എന്ത് പറയും, എന്താണ്, പുണ്യ സ്ഥലം സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മെക്ക മദീനയൊക്കെ സന്ദർശിക്കുക, സാത്താനെ കല്ലെറിയുക, പിന്നെ അങ്ങനെ അവരുടെ വർഷം തോറുള്ളതായിരിക്കുന്ന ഒരു മാസത്തെ നോമ്പ് കൃത്യമായിട്ട് ആചരിക്കുക, ശക്കാത്ത് കൊടുക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, ഇങ്ങനെ പല കാര്യങ്ങൾ അവർ പറയും. ഒരു സിഖുകാരനോട് ചോദിച്ചാലോ, സിഖുകാരൻ മോക്ഷം പ്രാപിക്കാൻ എന്ത് വഴി പറയും? സിഖുകാരൻ പറയും സുവർണ ക്ഷേത്രത്തിൽ ധ്യാനത്തിലിരിക്കുക, ദൈവം വിടിവിക്കും. സുവർണക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഗുരുനാനാക്കിൻ്റെയൊക്കെ ക്ഷേത്രമാണല്ലോ ഈ സുവർണ ക്ഷേത്രം. സിഖുകാർ ഗുരുനാനാക്കിൻ്റെ ഭക്തന്മാരാണ്. അപ്പം പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിലെ ധ്യാന ജീവിതമാണ് മോക്ഷം നേടാനുള്ള വഴിയെന്ന് അവർ പറയും. അപ്പം ഞാൻ എന്താ ഇത്രയും പറഞ്ഞെന്നറിയാമോ? ചുരുക്കത്തിൽ പറഞ്ഞാൽ
മനുഷ്യർ എന്താണോ വിശ്വസിക്കുന്നത്, ആ വിശ്വസിക്കുന്ന മാർഗത്തിൽ അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നതാണ്. പ്രവൃത്തി ചെയ്യുന്നതിലൂടെ മതത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് പ്രവൃത്തിയിലൂടെ അനുഷ്ഠിക്കുന്നതാണ് മോക്ഷം നേടാനുള്ള വഴിയെന്ന് പറയും. നിങ്ങൾക്കറിയാമല്ലോ, പള്ളിയിലൊക്കെ പോകുന്ന ക്രൈസ്തവർ അവർ പാടുന്ന പാട്ട് പോലും നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രാർത്ഥനയിലും ഒക്കെ പറയുന്നത് പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ പറയുന്നു. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളെന്ന് എന്ന് പറഞ്ഞാൽ പാപം മോചിക്കാൻ മാമോദീസ ഏറ്റാൽ മതി. പ്രവൃത്തിയാണ്. എല്ലാവരും ഈ ക്രിസ്ത്യാനികളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും പിന്നെ ഒരുപാട് അവരുടെ വിശേഷ സ്ഥലങ്ങളിലൊക്കെ പോകാനും അങ്ങനെ പിന്നെ പുണ്യ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച് പ്രാർത്ഥിച്ച് വഴിപാടിട്ട് നോക്കി കുർബാനയൊന്നും മുടക്കാതെ അതിനകത്ത് പോയാൽ മതിയെന്ന്. ഞാൻ നേരെ മറിച്ച് ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ പള്ളി ക്രിസ്ത്യാനികളെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഇന്നത്തെ വിശ്വാസ സമൂഹത്തോട്, അതായത് വിശ്വാസഗോളം അല്ലെങ്കിൽ വിശ്വാസ സമൂഹം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട്. ആയിരക്കണക്കിന് സമൂഹങ്ങളുണ്ട്. പെന്തക്കോസിൽ തന്നെ ആയിരക്കണക്കിനുണ്ട്. ബ്രദറൻകാരിലും പല ഗ്രൂപ്പുകളുണ്ട്. ബാപ്റ്റിസ്റ്റുകാരുണ്ട്. ഇങ്ങനെ ഒരുപാടുണ്ട്. അവരോട് ചോദിച്ചാൽ പാപമോചനത്തിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവർ പറയും വിശ്വാസത്താലാണ് നീതീകരണം. അവർക്ക് അത്രയും മനസ്സിലായി. എന്നാൽ പ്രവൃത്തി ആവശ്യമാണെന്ന് പറയും. പ്രവൃത്തിയിലൂടെ നമ്മുടെ വിശ്വാസത്തെ ലോകത്തിന് മുമ്പിൽ തെളിയിക്കേണ്ടതുണ്ട്, സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോഴാണ് ദൈവം നമ്മളെ നീതീകരിക്കുന്നത്. അപ്പോൾ അവർ പ്രവൃത്തിയായിട്ട് പറയുന്നത് പല കാര്യങ്ങളുണ്ട്. സ്നാനം, ഉപവാസം, മറ്റു പല കാര്യങ്ങൾ, ഞായറാഴ്ചകളിൽ സഭായോഗം മുടക്കാതിരിക്കുക, പിന്നെ അവർക്ക് അവരുടേതായിരിക്കുന്ന കുറേ ന്യായങ്ങളൊക്കെ ഉണ്ട് പറയാൻ. അങ്ങനെ പിന്നെ സൽപ്രവൃത്തികൾ, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടുന്നതായിരിക്കുന്ന ദാനാർമ്മങ്ങളൊക്കെ കൊടുക്കുക, പിന്നെ യാക്കോബൊക്കെ പറയുന്ന മാതിരി പിന്നെ വീട്ടിൽ വിളിച്ച് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നീതീകരണം വിശ്വാസത്തിലാണെന്ന് ഈ വേർപെട്ട ഗ്രൂപ്പുകാർ പറയും. പക്ഷെ അവരെന്ത് പറയും? അത് പ്രവൃത്തിയിൽ കാണിക്കണം. സ്നാനം അതിനവർക്ക് നിർബന്ധമായിട്ടും സ്നാനം ഏൽക്കണം. സ്നാനം വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെ പരസ്യ പ്രഖ്യാപനമാണെന്ന് പറഞ്ഞത്. അപ്പോൾ അവരും എവിടെ എത്തിച്ചേരുന്ന അവസാനം പ്രവൃത്തിയിലാണ് അവരും എത്തിച്ചേരുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞ ലോകത്തിലെ ഏത് മനുഷ്യരും നീതീകരണത്തിന് എന്താ വഴിയെന്ന് ചോദിച്ചാൽ പ്രവൃത്തിയാണ്, നല്ല പ്രവൃത്തിയാണ്, സൽപ്രവൃത്തികളാണ് എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതെങ്ങനെ മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിത്രം വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, അതായത് മനുഷ്യൻ ചെയ്ത പാപപ്രവൃത്തികളാണ് അവനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. ഈ ക്രിസ്ത്യാനികളിലും ഇങ്ങനെ ഒരു ചിന്താഗതി വരാൻ കാരണം എന്താ അറിയാമോ? ആദാം ചെയ്തത് ഒരു പ്രവൃത്തിയാണ്, തെറ്റായ പ്രവൃത്തി. ചെയ്യരുതെന്ന് ദൈവം കൽപ്പിച്ചത് ആദാം ചെയ്തു. അതിലൂടെ എന്ത് സംഭവിച്ചു? ആദാമിനെ ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ദൈവ തേജസ് അവന് നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു തെറ്റായ പ്രവൃത്തി ചെയ്തതിലൂടെയാണ് ആദാം ശിക്ഷിക്കപ്പെട്ടത്, പുറത്താക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ പർദീസയിൽ നിന്ന് അവൻ പുറത്താക്കപ്പെട്ടത് അതുകൊണ്ടാണ് എന്ന് അവർക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? മറിച്ചൊരു പ്രവൃത്തി ചെയ്യണം. എന്ത് പ്രവൃത്തി? വളരെ നല്ല കുറേ പ്രവൃത്തികൾ ചെയ്ത് നന്നായി ജീവിച്ച്, വളരെ വിശുദ്ധനായി ജീവിച്ച്, ബൈബിളിൽ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം അച്ചട്ടായി പാലിച്ച് അങ്ങനെ അങ്ങ് നീതീകരിക്കപ്പെടാം. എന്ന് പറഞ്ഞാൽ ആദാം വീണുപോയത് ഒരു പ്രവൃത്തി കൊണ്ടാണെങ്കിൽ നമുക്ക് തിരികെ ആ നീതീകരണം ലഭിക്കാൻ നമ്മൾ മറിച്ച് സൽപ്രവൃത്തികൾ ചെയ്യുക എന്നാണ്. അപ്പം ഇതാണ് എല്ലാവരുടെയും ധാരണ. അപ്പം അത് യഹൂദന്മാരായാലും അങ്ങനെ തന്നെയാണ്. യഹൂദന്മാരായാലും ക്രിസ്ത്യാനികളായാലും എല്ലാവരും പറയുന്നത് സൽപ്രവൃത്തികൾ ചെയ്ത് നീതീകരിക്കപ്പെടുക എന്നാണ്. ഞാനൊരു വ്യക്തിയെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കട്ടെ. ആദ്യം അബ്രഹാമിൻ്റെ നീതീകരണത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് എന്താണെന്നും യാക്കോബ് പറയുന്നത് എന്താണെന്നും ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അബ്രഹാം എങ്ങനെ നീതീകരിക്കപ്പെട്ടു എന്ന് ഇവർ രണ്ടുപേരും രണ്ട് വ്യത്യസ്തമായിരിക്കുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മളിതിലെവിടെ നിൽക്കുമെന്നേ? ഒരു കണക്കിന് പറഞ്ഞാൽ ഈ ബൈബിള് ശ്രദ്ധയോടെ വായിക്കുന്ന ഒരു വ്യക്തി
മനസ്സിലെങ്കിലും എന്ത് പറയണമെന്നറിയാമോ? ഈ പൗലോസിനോടും യാക്കോവിനോടും പറയണം, നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലെത്ത്. നീതീകരണത്തിനുള്ള വഴി എന്താണെന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഞങ്ങളോട് പറ എന്ന് പറയും. കാരണം രണ്ടുപേരും പറയുന്നത് രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് നീതീകരണത്തിന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് ഉള്ളായിരിക്കുന്ന കാര്യമാണ് ഞാൻ ഇന്നത്തെ വിഷയത്തിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പം പൗലോസ് എന്താണ്, അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാലാണോ വിശ്വാസത്താലാണോ എന്താണ് എന്ന് പൗലോസ് പറയുന്നത് ആദ്യം നമുക്ക് വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു? അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതി ഉണ്ട്. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതി ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? പ്രവർത്തിച്ചിട്ട് നീതീകരണം പ്രാപിക്കുന്നത് വൈകുന്നേരം വരെ കൂലിപ്പണിയെടുത്ത ഒരുത്തൻ വൈകുന്നേരം ചെന്ന് അവകാശപ്പെട്ട് തൻ്റെ കൂലി ചോദിച്ച് വാങ്ങുന്നവരെ അവകാശത്തോടെ വാങ്ങാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ പ്രശംസിക്കാൻ, ഞാൻ വൈകുന്നേരം വരെ കൈക്കോട്ടെടുത്ത് കിളച്ച കൂലിയാണ് എനിക്ക് ഇന്ന് കിട്ടിയതായിരിക്കുന്ന 800 രൂപ 1000 രൂപ എന്ന് പറഞ്ഞ് അവൻ ആ പൈസയിൽ അഭിമാനിക്കാം. അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ഔദാര്യമല്ല ആരുടെയും. അപ്പം ഇവിടെ പറയാണ്, അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. ദൈവസന്നദ്ധിയിൽ ഇല്ലതാനും. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നാണ്. തിരുവെഴുത്ത് എന്താ പറയുന്നത്? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പൗലോസ് ഇവിടെ ഈ പറഞ്ഞ കാര്യം പറയണം. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യൻ്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നു. അപ്പം പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ വീട്ടിൽ ജോലിക്ക് ഇരിക്കുന്ന ഒരാൾക്ക് നമ്മൾ കൂലി കൊടുക്കുന്നത് നമ്മുടെ കൃപയാണോ? അവർ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്തിട്ടല്ലേ കൂലി കൊടുക്കുന്നത്, കൃപയല്ല. അത് കടമാണ്, നമ്മൾ കൊടുക്കേണ്ടതാണ്. നമ്മുടെ പണിക്കാരന് നമ്മൾ പൈസ കൊടുക്കേണ്ടത്, അത് നമ്മുടെ കടമാണ്. അപ്പോൾ ഇവിടെ പൗലോസ് പറയാണ്, എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യൻ്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നു. അപ്പം അബ്രഹാമിൻ്റെ നീതീകരണത്തെക്കുറിച്ച് ഇനി താഴേക്കൊക്കെ വായിക്കണം, ഞാൻ അത്രയും വായിക്കുന്നില്ല. നിങ്ങൾ 4-ാം അധ്യായം, റോമാലേഖനം 4-ാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചാൽ മതി. അബ്രഹാമിൻ്റെ നീതീകരണത്തിൻ്റെ വിശദീകരണങ്ങൾ പൗലോസ് എല്ലാ വിധത്തിലും വളരെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. അബ്രഹാം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്, അബ്രഹാം ഒരു പ്രവൃത്തിയും ചെയ്തിട്ടല്ല നീതീകരിക്കപ്പെട്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് പൗലോസ് റോമലേഖനം 4-ാം അധ്യായത്തിലും ഗലാത്യ ലേഖനത്തിലും ഒക്കെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഗലാത്യ ലേഖനത്തിൽ നിന്ന് പൗലോസ് പറയുന്ന ഒരു വേദഭാഗം ഞാൻ വായിക്കട്ടെ. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിൻ്റെ മക്കൾ എന്ന് അറിവിൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുക എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. നോക്കിയേ, എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിൻ്റെ കീഴിലാവുന്നു. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ വിശ്വാസത്താൽ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് അതവന് നീതിയായി കണക്കിട്ടു. എന്നാൽ ന്യായപ്രമാണം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? പ്രവൃത്തിയാണ്. പൗലോസ് ഇവിടെ പറയാണ്, എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന, ന്യായപ്രമാണം പ്രവൃത്തികളാണ്. ചെയ്യരുത്, ചെയ്യണം, പല കാര്യങ്ങളും ചെയ്യണം, യാഗങ്ങൾ അർപ്പിക്കണം, വഴിപാടുകൾ കഴിക്കണം, എല്ലാ ദശാംശവും കൊടുക്കണം. പിന്നെയും ഉണ്ട് ഒരുപാട് പെരുന്നാളുകൾ, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അതല്ലേ ന്യായപ്രമാണം എന്ന് പറയുന്നത്. പിന്നെ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിലെ നീതിയുക്തമായിട്ട് ആയിരിക്കുന്ന, നീതിക്ക് കാരണമായി തീരാവുന്ന വിധത്തിലുള്ളായിരിക്കുന്ന
സൽപ്രവൃത്തികൾ അല്ലെങ്കിൽ വിശുദ്ധീകരണം അതൊക്കെയാണ് ന്യായപ്രമാണം പറയുന്നത്. അപ്പോൾ അവിടെ പൗലോസ് പറയാണ്, എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ ന്യായപ്രമാണം പ്രവൃത്തിയാണ്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിൻ്റെ കീഴിലാകുന്നു, ശപിക്കപ്പെട്ടവരാകുന്നു. അപ്പോൾ പൗലോസ് വളരെ വ്യക്തമായി അബ്രഹാമിൻ്റെ നീതീകരണം വിശ്വാസത്താലാണ്, പ്രവൃത്തിയാലല്ല എന്ന് പറയുന്നു. എന്നാൽ നമുക്ക് യാക്കോബിൻ്റെ ലേഖനം നോക്കാം. യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് എന്താണ് പറയുന്നത്, അബ്രഹാം എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടതെന്ന് യാക്കോബ് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 20 മുതൽ. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? ഞാൻ പറയുന്ന പൗലോസും യാക്കോബും കൂടി നേരിട്ട് ഈ കാര്യം പറഞ്ഞ് തമ്മിത്തല്ല് കൂടാൻ ഞാൻ നന്നായി. ഇപ്പം നമ്മൾ എന്തെന്നാ പൗലോസിൻ്റെ ലേഖനത്തിൽ വായിച്ചത്? പൗലോസിൻ്റെ ലേഖനത്തിൽ റോമലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും വായിച്ചത് അബ്രഹാമിനെ പ്രശംസിക്കാൻ ഒന്നുമില്ല. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. പ്രവർത്തിച്ചിട്ട് നീതീകരിക്കപ്പെട്ടായിരുന്നെങ്കിൽ അത് കടമായിട്ടുള്ളതാണ്, വേല ചെയ്തിട്ട് കൂലി വാങ്ങുന്നതിന് തുല്യമാണ്. എന്നാൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് അത് അവന് നീതിയായി കണക്കിട്ടു, അങ്ങനെ അവൻ നീതീകരിക്കപ്പെട്ടു എന്ന് പൗലോസ് പറയുമ്പോൾ യാക്കോബ് പറയാണ്, അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവർത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. എന്തൊരു കഷ്ടമാണ്. ബൈബിളിൽ ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ വന്നാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ എന്ത് ചെയ്യും? എല്ലാ ക്രിസ്ത്യാനികളും പറയും മുഴുവൻ ബൈബിൾ ഞങ്ങൾക്കാന്ന് പറയും. എന്നിട്ട് ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണ്, ഇതെന്താ ബൈബിളിൽ ഇങ്ങനെ വ്യത്യാസം കാണുന്നത്, അത് ചിന്തിക്കാൻ ആർക്കും നേരമില്ല. അതിനവരൊരു ന്യായമൊക്കെ കണ്ടെത്തും. എന്താ ന്യായം എന്നറിയാമോ? വിശ്വാസത്താൽ നീതീകരണം, പിന്നെ പ്രവൃത്തിയാൽ അത് വെളിവാക്കിക്കൊണ്ടേയിരിക്കണം, എന്നാലേ നീതിയിരിക്കുള്ളൂ. ഇതാണ് രണ്ടുപേരും പറയുന്നതെന്ന് അവരങ്ങ് ഒരു പൊടിന്യായം കണ്ടെത്തും. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നത് തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്, അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. ഇതല്ലേ ഇന്നത്തെ ക്രൈസ്തവ ലോകം പറയുന്ന, വേർവിട്ട സമൂഹം പറയുന്ന, പെന്തക്കോസ്ത് സമൂഹം പറയുന്ന, ബ്രദറൻ സമൂഹം പറയുന്ന, ബാപ്റ്റിസ്റ്റ് സമൂഹം പറയുന്ന, ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്ന എല്ലാവരും പറയുന്നത് യാക്കോബ് പറഞ്ഞ കാര്യമാണ്. യാക്കോബ് എന്താ പറഞ്ഞേ? അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു. വിശ്വാസവും വേണം പ്ലസ് പ്രവൃത്തിയും വേണം, രണ്ടും കൂടെ ചേർന്നാലേ ഒരുത്തിന് നീതീകരണം വരുള്ളൂ. അബ്രഹാമിനും അങ്ങനെയാണ് സംഭവിച്ചതെന്ന് യാക്കോബ് പറയുന്നത്. അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവനെ നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത്, അങ്ങനെ എഴുതിയ തിരുവെഴുത്ത് എന്തുകൊണ്ട് എഴുതിയെന്നറിയാമോ എന്ന് യാക്കോബ് പറയാ. അങ്ങനെ തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താ പൗലോസ് പറയുന്നവരെ? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതവനെ നീതിയായി കണക്കിട്ടു എന്ന് പൗലോസ് പറഞ്ഞില്ലേ? ആ പൗലോസ് പറയുന്നവര് തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. സത്യം. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കെടുക്കുകയും ചെയ്തു എന്ന് തിരുവെഴുത്ത് എന്നുള്ള അവനെ കണക്കെടുക്കുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. നോക്കിയേ, അബ്രഹാം നല്ല പ്രവൃത്തികൾ ചെയ്തതുകൊണ്ട് അബ്രഹാമിനെ കുറിച്ച് യാക്കോബിൻ്റെ കമൻ്റ് എന്താണെന്നറിയാമോ? അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കെടുക്കുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ, എന്നിട്ട് സാക്ഷ്യം യാക്കോബ് പറയാണ്, അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. ഇതാ ഞാൻ ആദ്യം പറഞ്ഞത്. ഈ കാര്യത്തെക്കുറിച്ച് പൗലോസും യാക്കോബും കൂടി അടുത്തടുത്തിരുന്ന് സംസാരിച്ചായിരുന്നെങ്കിൽ അടിവെച്ച് പിരിച്ചാലല്ലേ? അടിവെച്ച് പിരിയില്ലായിരുന്നോ? നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. അവണ്ണം രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. എന്താ പറയുക? അബ്രഹാമിൻ്റെ കാര്യത്തിൽ രണ്ടുപേർക്കും രണ്ട് തീരുമാനമാണ്.
ഞാൻ ഒരുപാട് വിവരിക്കുന്നില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ശരിക്കും 1.5 മണിക്കൂറെങ്കിലും പറയണം. ഇതെന്താ ഈ രണ്ട് പേരും രണ്ട് വിധത്തിൽ നീതീകരണത്തെക്കുറിച്ച് പറയുന്നത്? ദൈവത്തിൻ്റെ കോടതിയിൽ പാപിയായ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് പൗലോസിൻ്റെ കാഴ്ചപ്പാടിൽ വിശ്വാസത്താൽ മാത്രമാണ്. പ്രവൃത്തി അതിനാവശ്യമേ ഇല്ല. വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ ദാനമായി ഔദാര്യമായി വിശ്വാസമെന്ന ഏക വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ദൈവം നമുക്ക് തരുന്നത്. എന്നാൽ യാക്കോബിൻ്റെ കാഴ്ചപ്പാടിൽ എന്താ? പ്രവൃത്തി വേണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം പ്രയോജനരഹിതമാണ്. പ്രവൃത്തിയാലാണ് പാപിയായ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് എന്നാണ് അതിനെക്കുറിച്ച് യാക്കോബിൻ്റെ കാഴ്ചപ്പാട്. എൻ്റെ പ്രിയമുള്ളവരെ, ധാരാളം വാക്യങ്ങൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. എന്നാൽ എല്ലാം വായിക്കാനുള്ള സമയം ഇന്നില്ലാത്തത് കൊണ്ട് എവിടെ നിന്നൊക്കെ വായിക്കണം എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ഓക്കെ, എത്ര വാക്യങ്ങളാണ് അതിനെക്കുറിച്ചുള്ളതെന്നറിയാമോ? ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് വാക്യങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത്. എന്നറിയാമോ? ഞാൻ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? ഓരോ മനുഷ്യൻ്റെയും വിശ്വാസം എന്താണോ, ഏത് മതത്തിൽ, ഏത് ദൈവങ്ങളിൽ, ഏത് തത്വസംഹിതകളിലാണോ ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നത്, ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ സംസാരിക്കുന്നത്. ഞാനത് തുടക്കത്തിൽ പറഞ്ഞില്ലേ? ഹിന്ദു മതക്കാരനോട് നീതീകരിക്കപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഒരുപാട് കാര്യം പറയും. ക്രിസ്ത്യാനോട് ചോദിച്ചാൽ പറയും, മുസ്ലിമിനോട് ചോദിച്ചാൽ അവരുടെ കാര്യങ്ങൾ പറയും, സിഖുകാരനോട് ചോദിച്ചാൽ അവരുടെ കാര്യം പറയും, ബുദ്ധമതക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധൻ്റെ പ്രമാണങ്ങൾ ആചരിക്കാൻ പറയും, അല്ലേ? ഏതൊരു വിശ്വാസത്തിലാണോ ഒരു മനുഷ്യൻ നിൽക്കുന്നത്, ആ വിശ്വാസത്തിന് യോഗ്യമായിരിക്കുന്ന കാര്യങ്ങളാണ് അവരുടെ വായിൽ നിന്ന് പുറത്തു വരികയുള്ളൂ. അവരുടെ കാഴ്ചപ്പാട് അതാണ്. അവർ വിശ്വസിച്ചതാണ് അവരുടെ കാഴ്ചപ്പാട്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ നമുക്കറിയാം, പൗലോസ് കൃപയാലാണ് രക്ഷപ്പെടുന്നത്. വിശ്വാസം എന്ന ഏക ദൈവിക പദ്ധതിയിലൂടെയാണ്, വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം എന്ന് പറയുന്നത്. ഈ കൃപയുടെ സുവിശേഷവും കൃപായുഗത്തിലൂടെ തുറന്ന രക്ഷാ പ്രവൃത്തിയും ആർക്കാണ് വെളിപ്പെട്ടതെന്നറിയാമോ? അത് പൗലോസിനാണ്. പൗലോസിന് ഒരു കാര്യം മനസ്സിലായി: മനുഷ്യന്റെ ഒരു പ്രവൃത്തിയും അവന് നീതീകരിക്കപ്പെടുകയില്ല. ദൈവം സൗജന്യമായി ദാനമായിട്ടാണ് രക്ഷ നൽകുന്നതെന്ന് പൗലോസിന് മനസ്സിലായി. എന്നാൽ യാക്കോബ് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? എൻ്റെ പ്രിയമുള്ളവരെ, യാക്കോബ് ന്യായപ്രമാണത്തിന് കീഴുള്ളവനാ, ന്യായപ്രമാണം അനുസരിക്കുന്നവനാ. പക്ഷെ ഇന്നത്തെ ക്രൈസ്തവ ലോകം അംഗീകരിക്കില്ല. പൗലോസും യാക്കോബും പത്രോസും യോഹന്നാനും എല്ലാം ഒന്നാണ്. അവർക്ക് എല്ലാം കർത്താവിൻ്റെ അപ്പോസ്തലന്മാരാണ്. എല്ലാവരും പറയുന്ന ഒന്നാണ്. എവിടെ പോയി അവസാനിക്കും ഈ വിധമായിരിക്കുന്ന പഠിപ്പിക്കലും ഉപദേശവും വിശ്വാസവും കൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അവരുടെയൊക്കെ ചിന്താഗതി എന്ന് പറയുന്നത്, പൗലോസ് പറയുന്നതും യാക്കോബ് പറയുന്നതും പത്രോസ് പറയുന്നതും യോഹന്നാൻ പറയുന്നതും ഒക്കെ, ഈ പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ കർത്താവിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ പൗലോസ് മാത്രമേ വേറിട്ട അപ്പോസ്തലനുള്ളൂ. അപ്പോൾ പൗലോസ് പറയുന്നതിനെ ഇവർ വേറിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഇവർ ന്യായീകരിക്കാൻ വേണ്ടി യാക്കോബ് പറയുന്ന പ്രവൃത്തികളുടെ നീതീകരണം, പൗലോസ് പറയുന്ന വിശ്വാസമുള്ള നീതീകരണം കൂടി എടുത്തിട്ട് ഒരു പൊത്തുരുത്തും താരതമ്യത്തിലെത്തും. എന്താണെന്നറിയാമോ താരതമ്യം? വിശ്വാസത്താല നീതീകരണം, എന്നാൽ പ്രവൃത്തിയിലൂടെ അത് കാണിക്കണം എന്നവരങ്ങ് തീരുമാനിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, യാക്കോബ് എന്തുകൊണ്ടാണ് പ്രവൃത്തിയാലുള്ള നീതീകരണത്തെക്കുറിച്ച് പറഞ്ഞതെന്നറിയാമോ? ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു പോകാം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വാക്യങ്ങളെ ഞാൻ തെളിയിച്ചു തരാം. യാക്കോബ് പറയുന്നത്, യാക്കോബ് ന്യായപ്രമാണത്തിന് കീഴുള്ളവനാണ്. ന്യായപ്രമാണമാണ് അവരനുസരിക്കുന്നത്. പത്രോസ് ആകട്ടെ, 12 അപ്പോസ്തലന്മാരാകട്ടെ, യെരുശലേമിലെ സഭയിലെ പ്രധാന മൂപ്പനായിരിക്കുന്ന യാക്കോബാകട്ടെ, എല്ലാവരും തന്നെ കർത്താവായ യേശു ക്രിസ്തു 3.5 വർഷം എന്ത് പഠിപ്പിച്ചുവോ, എന്ത് ഉപദേശിച്ചുവോ, എന്ത് ചെയ്യാൻ പറഞ്ഞുവോ അത് തന്നെ അവർ ചെയ്യുന്നത്. അവർക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല. കർത്താവ് 3.5 കൊല്ലം പഠിപ്പിച്ചതും ഉപദേശിച്ചതും ഒക്കെ എന്താണെന്നറിയാമോ? ന്യായപ്രമാണമാണ്.
ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് നല്ലത്. ഒരു പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് നല്ലതെന്ന് പറഞ്ഞ് ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളെ ശക്തമായി പ്രസ്താവിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു 3.5 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചു. അതിൻ്റെ ശുശ്രൂഷയ്ക്കായി 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. അവരിലൂടെ യെരുശലേം സഭ രൂപം കൊണ്ടു. യെരുശലേം സഭയിലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായിരിക്കുന്ന യാക്കോബ് യെരുശലേം സഭയിലെ പ്രധാന അധ്യക്ഷനായിരുന്നു. അപ്പോൾ പിന്നെ കർത്താവ് പഠിപ്പിച്ചതല്ലേ യാക്കോബും പത്രോസും യോഹന്നാനും ഒക്കെ പഠിപ്പിക്കേണ്ടത്? എന്ത്? ന്യായപ്രമാണം. അപ്പോൾ ഇവർ ന്യായപ്രമാണം പഠിപ്പിക്കുകയും അത് ഉപദേശിക്കുകയും ചെയ്യുന്നവരാണ് എന്നുള്ളത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ന്യായപ്രമാണത്തിൽ എന്താ ഉള്ളത്? പ്രവൃത്തി. ന്യായപ്രമാണത്തെക്കുറിച്ച് ബൈബിൾ എന്താ പറയുന്നത്? അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. അത് ചെയ്യുന്നവൻ, ന്യായപ്രമാണം അനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്നവൻ, ജീവിതത്തിൽ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നവൻ, അത് പ്രവർത്തിക്കുന്നവൻ അതിനാൽ ജീവിക്കും. അപ്പോൾ പിന്നെ ന്യായപ്രമാണത്തിൻ്റെ കീഴിലിരിക്കുന്നതായിരിക്കുന്ന യാക്കോബിനും പത്രോസിനും യോഹന്നാനും ഒക്കെ എന്തേ പറയാനുള്ളൂ? നീതീകരണം പ്രവൃത്തിയാലാണ് എന്നാണ് അവർക്ക് പറയാൻ പറ്റുള്ളൂ. പൗലോസിന് എന്തേ പറയാൻ പറ്റുള്ളൂ? വിശ്വാസത്താലാണ് നീതീകരണം. ഏതൊരു പാപിയായ മനുഷ്യനും കാൽവരിയിലെ യാഗമരണത്തിൽ വ്യക്തിപരമായി വിശ്വസിച്ച് ആശ്രയിക്കുന്നുവോ അവന് ഒരു പ്രവൃത്തിയും കൂടാതെ സൗജന്യമായിട്ട് നീതീകരിക്കപ്പെടാം. അത് പൗലോസും പറഞ്ഞു. നമ്മൾ ഇതിനകത്ത് ഏത് ഭാഗത്തേക്കും? നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഈ യാക്കോബ് പറയുന്ന പ്രവൃത്തിയാലുള്ള നീതീകരണത്തിലാണോ ആശ്രയിക്കുന്നത്? പൗലോസ് പറയുന്ന വിശ്വാസത്തിലുള്ള നീതീകരണത്തിലാണോ ആശ്രയിക്കുന്നത്? യാക്കോബ് ന്യായപ്രമാണം പഠിപ്പിക്കുന്നവനാണ്. ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 11ഉം 12ഉം വാക്യം ഞാൻ വായിക്കാം. സഹോദരന്മാരെ, അന്യോന്യം ദുഷിക്കരുത്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. എന്തിനെയാണ്? തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നു എങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവൻ അല്ല. അപ്പോൾ യാക്കോബിൻ്റെ മതമേതാണ്? യാക്കോബിൻ്റെ വിശ്വാസമേതാണ്? യാക്കോബ് ഏത് വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് പ്രവൃത്തിയാലാണ് നീതീകരണം എന്ന് പറയുന്നത്? ന്യായപ്രമാണത്തിന് കീഴിരുന്നുകൊണ്ട്. ന്യായപ്രമാണത്തെ വളരെ വ്യക്തമായിട്ട് യാക്കോബ് തന്നെ തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്. ന്യായപ്രമാണത്തെ വിധിക്കുന്നു എങ്കിൽ മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണം അത് നമ്മൾ മനസ്സിലാക്കണം. ആ ന്യായപ്രമാണത്തെ വിധിക്കുന്നു എങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, നീ ന്യായപ്രമാണത്തെ വിധിക്കുന്നവനത്രേ. അവിടെ പറയാണ്, ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ, രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ, കൂട്ടുകാരനെ വിധിപ്പാൻ നീയാർ. അപ്പം ന്യായപ്രമാണത്തിൻ്റെ കീഴിലിരുന്നു കൊണ്ടാണ് യാക്കോബ് എന്ന് പറയുന്നത് പ്രവൃത്തിയാലാണ് നീതീകരണം എന്ന് പറയുന്നത്. വളരെ വ്യക്തമാണ്. ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. ന്യായപ്രമാണ കർത്താവും എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം കൊടുത്ത വ്യക്തിയും ന്യായാധിപതിയും, അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നതായിരിക്കുന്ന നമ്മുടെ വിഷയമായിരിക്കുന്ന നീതീകരണം അല്ലെങ്കിൽ മനുഷ്യനെ നീതീകരിക്കാൻ കഴിവുള്ളവനായിരിക്കുന്ന ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ, രക്ഷിപ്പാനും നശിപ്പാനും ശക്തനായവൻ തന്നെ, കൂട്ടുകാരനെ വിധിപ്പാൻ നീയാർ. അപ്പോൾ ഇവിടെ യാക്കോബ് ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം യാക്കോബ് ന്യായപ്രമാണത്തെ പിൻപറ്റുന്ന ആളാണ്. യാക്കോബ് മാത്രമല്ല കേട്ടോ, പത്രോസായാലും 12 അപ്പോസ്തലന്മാരായാലും യോഹന്നാനായാലും ഒക്കെ കർത്താവ് ഉപദേശിച്ച ന്യായപ്രമാണത്തെയാണ് അവരെ പിൻപറ്റുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. യാക്കോബ് 1:25 അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നതിൽ അവൻ ഭാഗ്യവാനാകും. അവൻ സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം
മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണത്തെക്കുറിച്ച് തന്നെ ഇവർ പറയുന്നത്, അല്ലാതെ വേറെ പുതിയൊരു പ്രമാണവും പുതിയൊരു ന്യായപ്രമാണമൊന്നും അല്ല ഈ പറയുന്നത്. അപ്പം ആ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനെ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാണ്. പ്രവൃത്തിയാലാണ് നീതീകരണം എന്ന് പറയുന്നത് യാക്കോബിൻ്റെ ലേഖനത്തിലെല്ലാം കാണാനായിട്ട് പറ്റും. കാരണം ന്യായപ്രമാണം പ്രവൃത്തിയാണ്, ജഡത്തിൻ്റെ പ്രവൃത്തികളാണ് ന്യായപ്രമാണം. അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. 2 വാക്യം ഞാൻ വായിച്ചില്ലേ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന്. 3-മതൊരു വാക്യം കൂടി വായിക്കാം. അതിൻ്റെ യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായി തീർന്നു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം തികച്ചും അനുഷ്ഠിക്കാൻ തക്കവണ്ണം മനുഷ്യൻ ബാധ്യസ്ഥനാണ് എന്നുള്ളായിരിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അവൻ കുറ്റക്കാരനായി തീർന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ കുല ചെയ്യരുത് എന്നും കൽപ്പിച്ചിരിക്കുന്നു. നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കുല ചെയ്യുന്നു എങ്കിൽ ന്യായപ്രമാണം ലംഘിക്കുന്നവനായി തീർന്നു. ന്യായപ്രമാണം ലംഘിക്കുന്നവനായി തീർന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ. എങ്ങനെ വിധിക്കപ്പെടുമെന്ന് പറയുന്നത് യാക്കോബ്? ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുമെന്ന്. മനുഷ്യൻ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി ചെയ്യുക എന്നാണ് യാക്കോബ് പറയുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. ഇത്രയും വാക്യങ്ങളിൽ നിന്ന് യാക്കോബ് എന്തുകൊണ്ടാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാലാണെന്ന് പറയുന്നത് ഇപ്പം മനസ്സിലായില്ലേ? യാക്കോബിൻ്റെ വിശ്വാസം എന്താ? യാക്കോബിൻ്റെ വിശ്വാസം ന്യായപ്രമാണം. അതിൻ്റെ ഓരോ മുക്കും മൂലയും ചകഞ്ഞ് അന്വേഷിച്ച് അത് ചെയ്ത് ദൈവ കോടതിയുടെ മുമ്പാകെ നീതീകരിക്കപ്പെടുക എന്നുള്ളതായിരിക്കുന്ന ഒരു വിശ്വാസമാണ് ആർക്കുള്ളത്? യാക്കോബിനുള്ളത്. ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. യാക്കോബിന് മാത്രമല്ല, എല്ലാ 12 അപ്പോസ്തലന്മാരും അവരെല്ലാവരും ന്യായപ്രമാണം ആചരിക്കുന്നവരും ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരുമായിരുന്നു. ഞാൻ മുൻ വീഡിയോകളിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് അറിയണമെങ്കിൽ വായിച്ചു നോക്കിയാൽ മതി. അപ്പോസ്തലപ്രവൃത്തി 21-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ അവരെല്ലാവരും ന്യായപ്രമാണ താല്പര്യന്മാരും മക്കളെ പരിചാതന കഴിപ്പിക്കുന്നവരും അതുപോലെ തന്നെ അവർ 3-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ഒക്കെ ഉള്ളതായിരിക്കുന്ന യാഗപ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിൽ സ്ഥിരമായി, യെരുശലേം ദേവാലയത്തിൽ സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്നവരുമാണ്. കാരണം എന്താ? കർത്താവ് പറഞ്ഞത്, ഞാൻ കൽപ്പിച്ചത് പ്രമാണിക്കുന്നവൻ എൻ്റെ സ്നേഹിതനാകും. ധാരാളം വാക്യങ്ങളുണ്ട്, ഞാൻ ആ വാക്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ഒരുത്തൻ്റെ വിശ്വാസം എന്താണോ ആ വിശ്വാസമാണ് അവൻ പറയുകയുള്ളൂ. ഞാനതാണ് മുമ്പേ പറഞ്ഞത്. ക്രിസ്ത്യാനിയോട് നീതീകരിക്കപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഹജ്ജിന് പോകുക എന്ന് പറയുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരു ക്രിസ്ത്യാനിയോട് ദൈവത്തിൻ്റെ നീതിയുടെ കോടതിയിൽ മുമ്പാകെ എനിക്ക് നീതീകരിക്കപ്പെടണം, എന്താ വഴിയെന്ന് ചോദിച്ചാൽ ആ ക്രിസ്ത്യാനി പറയണം, നീ ഹജ്ജിന് പോവുക, നീ നീതിമാനാവുമെന്ന് പറയുമോ? ക്രിസ്ത്യാനി എന്താണോ വിശ്വസിക്കുന്നത് അത് അവൻ പറയും. മുസ്ലിം എന്താണോ വിശ്വസിക്കുന്നത് അത് അവർ പറയും. ഹിന്ദുസ് എന്താണോ വിശ്വസിക്കുന്നത് അത് അവർ പറയും. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണല്ലോ. ഓക്കെ. അതുകൊണ്ട് യാക്കോബിൻ്റെ ലേഖനത്തിലെ പ്രവൃത്തിയാലുള്ള നീതീകരണം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് നീതീകരിക്കപ്പെടുക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ യോഹന്നാൻ്റെ ലേഖനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. 29. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ നീതി ചെയ്യുന്നവൻ ഒക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. ദൈവം നീതിമാനാണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ നീതി ചെയ്ത് ദൈവത്തോട് പ്രസാദമുള്ളവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. നീതി ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. പൗലോസിൻ്റെ വാക്കുകളൊക്കെ ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നുണ്ട്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല, അല്ലേ? ഇനി പൗലോസ് ഈ പറയുന്നതായിരിക്കുന്ന നീതി ചെയ്യുന്നതിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാൻ്റെ 1-2 വാക്യം കൂടെ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കട്ടെ. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. നീതി പ്രവർത്തിച്ച് നീതിമാനാകുക എന്നാണ് ആര് പറയുന്നത്? യോഹന്നാനും പറയുന്നത്, യാക്കോബും പറയുന്നത്.
പത്രോസും പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവരത് പറയുന്നത്? ഇവരതാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ 10-ാം വാക്യം, ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. നീതി പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം തൽപരരായിരിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. നീതി പ്രവർത്തിക്കാത്തവനാരും ദൈവത്തിൻ്റെ മക്കളല്ല. അപ്പം ഇവരൊക്കെ പറയുന്നത് എന്താ? അത് തിരിച്ചറിഞ്ഞൂടെ, മനസ്സിലാക്കിക്കൂടെ നീതീകരണത്തെക്കുറിച്ച് പറയുന്നത്? അപ്പം അവർ വിശ്വസിക്കുന്ന പ്രവൃത്തിയെക്കുറിച്ചല്ലേ അവർക്ക് പറയാനായിട്ട് പറ്റുകയുള്ളൂ. അതിൻ്റെ 12-ാം വാക്യം, കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റെത് നീതിയുള്ളതുമാകൊണ്ടത്രേ. കായീനെ കൊന്നതിന് കാരണം പ്രവൃത്തിയുടെ ദോഷം കൊണ്ടാണെന്ന്. നല്ല പ്രവൃത്തി ചെയ്ത കായീനെ ദുഷ്ടപ്രവൃത്തി ചെയ്തവൻ കൊന്നു കളഞ്ഞു. അപ്പം നല്ലത് പ്രവർത്തിച്ചാൽ നിങ്ങൾ നല്ലവരായിരിക്കും. ദൈവത്തിൻ്റെ നീതി കോടതിയുടെ മുമ്പാകെ നീതീകരിക്കപ്പെടും. നല്ലത് ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലത് ചെയ്ത് നീതീകരണം പ്രാപിക്കുക എന്നാണ് യാക്കോബും അതുപോലെ തന്നെ യോഹന്നാനും ഇവരെല്ലാവരും പറയുന്നത്. കാരണം അവരെല്ലാവരും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളുടെ കീഴിൽ ഉള്ളവരാണ് എന്നുള്ളത് മനസ്സിലാക്കണം. എന്നാൽ ഇതിനെക്കുറിച്ചൊക്കെ പൗലോസ് എന്താ പറയുന്നത്? ഈ രണ്ട് വ്യത്യാസങ്ങളെ ഞാൻ നിങ്ങൾക്ക് തരംതിരിച്ചിട്ടുണ്ട്. ഈ യാക്കോബും യോഹന്നാനും പത്രോസും ഒക്കെ പറയുന്നതും പൗലോസ് പറയുന്നത് എന്താണ്? നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. റോമാലേഖനം തന്നെ അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരാം. ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ശ്രദ്ധിച്ചല്ലോ. അതായത് നീതി ചെയ്ത് നീതിമാനായ ദൈവത്തിൻ്റെ നീതി കോടതിയുടെ മുമ്പാകെ നീതീകരിക്കപ്പെടുക. നീതി ചെയ്യാത്തവൻ ദൈവത്തിൻ്റെ മകനല്ല, നീതി ചെയ്യാത്തവൻ ദുഷ്ടൻ്റെ മകനാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. തന്നെയല്ല യാക്കോബ് പറഞ്ഞിരിക്കുന്ന കാര്യം ഓർക്കുന്നുണ്ടല്ലോ. ന്യായപ്രമാണമാണ് മനുഷ്യനെ വിധിക്കുന്നത്. ന്യായപ്രമാണത്തിന് ആണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിൽക്കുന്നവനാണ് ദൈവത്തിൻ്റെ മകൻ. ഇതൊക്കെയല്ലേ പറഞ്ഞത്. അപ്പം പൗലോസ് എന്താ ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് ഞാനൊരു വേദഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ളായിരിക്കുന്ന വാക്യം. അതുകൊണ്ട് പൗലോസ് പറയുന്നതാണ്. അപ്പോൾ 2 വൈരുദ്ധ്യങ്ങളെ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. പറ്റിച്ചില്ല കാര്യം. അപ്പോൾ പിന്നെ ഈ യാക്കോബ് യോഹന്നാനൊക്കെ ഈ പറയുന്നത് എന്തോ? പൗലോസ് പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ, അവർ രണ്ടുപേരും പറയുന്ന ന്യായപ്രമാണം ഒന്ന് തന്നെയല്ലേ? മോശയിലൂടെ ദൈവം കൊടുത്തിരിക്കുന്ന ന്യായപ്രമാണം. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്ര വരുന്നത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ പാപം, ഏതൊക്കെയാ പാപം, ഏതൊക്കെയാ നീതി എന്നൊക്കെയുള്ളായിരിക്കുന്ന പ്രവൃത്തികളുടെ ഒരു പരിചയം മാത്രമാണ് വരുന്നത്. പൗലോസ് പറയാണ്, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ നീതി എങ്ങനെ വെളിപ്പെട്ടു എന്നാണ്? ന്യായപ്രമാണം കൂടാതെ. അപ്പുറത്ത് യോഹന്നാൻ എന്താ പറഞ്ഞത്? നീതി ചെയ്യുന്നവനൊക്കെ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, നീതി ചെയ്യാത്തവനെല്ലാം ദൈവത്തിൻ്റെ മക്കളല്ല, സാത്താൻ്റെ സന്തതികളാണ്. നീതി പ്രവർത്തിക്കാത്തവൻ അവനിൽ നിന്ന് ജനിച്ചവനല്ല. ഇവിടെ പൗലോസ് പറയുന്നത് നിങ്ങൾ കേട്ടോ, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും. കണ്ടോ, അവിടെ പ്രവൃത്തി അവർ പറയുമ്പോൾ ഇവിടെ പൗലോസ് പറയാണ്, ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി നീതീകരണമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് പൗലോസ് പറയാ. നിങ്ങൾ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ഒക്കെ ലേഖനം ശ്രദ്ധയോടെ വായിക്കുന്നവരല്ലേ? എന്നിട്ട് ഈ കാര്യങ്ങൾ തിരിച്ചെടുത്തോ? പൗലോസ് പറയുന്നതും അവർ പറയുന്നതും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്, ഭയങ്കരമായിരിക്കുന്ന വൈരുദ്ധ്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതെന്താ കാരണം? ഇനിയും പൗലോസ് താഴേക്ക് പറയാണ്, അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. എങ്ങനെ? പ്രവൃത്തി ചെയ്തിട്ടാണോ? പൗലോസ് പറയുന്നത് അതാണോ? അപ്പുറത്ത് യാക്കോബും ഒക്കെ പറഞ്ഞാൽ എന്താ? പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുക, പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുക. യോഹന്നാൻ എന്താ എഴുതിയിരിക്കുന്നത്? ആവർത്തിച്ച് ഒരുപാട് വാക്യങ്ങളിലൂടെ യോഹന്നാൻ എന്താ പറയുന്നത്? പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുക, നീതി പ്രവർത്തിച്ച് നീതീകരിക്കപ്പെടുക. ഇവിടെ പൗലോസ് പറയാണ്,
അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ആര് കൊള്ളരുതാത്ത വൃത്തികെട്ട മനുഷ്യനും എന്താണ് മഞ്ഞിനേക്കാൾ ഹിമത്തേക്കാൾ വെണ്മയായി തീരുവാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ ആ രക്ഷണ്യ പ്രവൃത്തി, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയിൽ, ആ യാഗമരണത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവന് സൗജന്യമായ നീതീകരണം. ഒരു പ്രവൃത്തിയും ചെയ്യണ്ട, യാതൊരു കാര്യവും ചെയ്യണ്ട. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പുറമേൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ ദൈവത്തിൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ ഇത് ചെയ്തത്. പിന്നെ ഈ പറയുന്ന ന്യായപ്രമാണത്തിലൊന്നും ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് വെളിപ്പെടുന്നില്ല. അവരോട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യണം. അതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് അവരുടെ എഴുത്തുകളിലൊക്കെ പ്രവൃത്തിയാലുള്ള നീതീകരണമുണ്ട്. തൻ്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. എങ്ങനെ ചെയ്തു? ക്രൂശിൽ പുത്രനെ യാഗമാക്കി തീർത്തുകൊണ്ട് നീതീകരണ പ്രവൃത്തികളല്ല, വിശ്വാസത്താൽ മാത്രം രക്ഷ പ്രാപിക്കേണ്ടതിന് പാപിക്ക് കുരിശിലേക്ക് നോക്കി രക്ഷപ്പെടാനുള്ളരിക്കുന്ന നീതീകരണ വഴി തുറന്നു. ദൈവം ആ നീതിയെ പ്രദർശിപ്പിച്ച സ്ഥലമാണ് കാൽവരി കുന്നിലെ ക്രൂശ്. ആ ക്രൂശിലെ ക്രിസ്തുവിൻ്റെ മരണം. അതാണ് ഇവിടെ പറയുന്നത്. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ പ്രവൃത്തിയാലാണോ എന്ന്? ഇത് യാക്കോബ് യോഹനത് സമ്മതിച്ചു കൊടുക്കുമോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർ പറയുന്നത് നീതി പ്രവർത്തിക്കാത്തവൻ ദൈവത്തിന് മാനല്ലെന്ന് പറയുന്ന പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടണമെന്ന് പറയുന്നവരോട് പൗലോസ് പറയുന്ന ഈ വാദം സമ്മതിച്ചു കൊടുക്കുമോ? ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസ മാർഗത്താൽ അത്രേ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? രണ്ട് കൂട്ടരും ആയിരിക്കുന്ന വിശ്വാസം, അല്ലെങ്കിൽ അവർ പിൻപറ്റുന്ന രണ്ട് കൂട്ടരും പിൻപറ്റുന്ന രണ്ട് കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് അവർക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, പൗലോസിൻ്റെ ലേഖനത്തിലാണ് കൃപയുടെ സുവിശേഷം വെളിപ്പെട്ടത്. പൗലോസിന് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയുള്ള നീതീകരണത്തെക്കുറിച്ച് പൗലോസിനൊന്നും പറയാനില്ല, പറഞ്ഞിട്ടുമില്ല. തൻ്റെ വചനത്തിലൂടെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ യാക്കോബും 12 അപ്പോസ്തലന്മാരും എല്ലാം പിൻപറ്റുന്നത് ന്യായപ്രമാണമാണ്. അതുകൊണ്ട് അവനവൻ വിശ്വസിക്കുന്ന കാര്യം അവനവൻ നീതീകരണത്തിനായി എടുത്തു കാണിക്കുന്നു. ഇന്നതാ നീതീകരണം എന്ന് അവൻ പറയും. പൗലോസ് പറയും അതല്ല, ഇതാ നീതീകരണം എന്ന് പറയും. ഓക്കെ, റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ. റോമാലേഖനം 5-ാം അധ്യായത്തിന് 1 മുതൽ 1-2 വാക്യങ്ങൾ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. എങ്ങനെ നീതീകരിക്കപ്പെട്ടെന്ന് പറയുന്നത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നീതീകരണത്തിലുള്ള ഏക വ്യവസ്ഥ വിശ്വാസമാണ്. ഇതിൽ നിങ്ങൾ എവിടെ നിൽക്കും? ഞാൻ ചോദിക്കുകയാണ്. യാക്കോബ് പറയുന്ന പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുന്നു നോക്കുമോ? അല്ല, പൗലോസ് പറയുന്ന വിശ്വാസത്താൽ നീതീകരണം അന്വേഷിക്കുമോ? അതല്ലെങ്കിൽ ഇന്നത്തെ ക്രൈസ്തവ ലോകം പറയുന്ന മാതിരി, വേർപെട്ട സഭാ ഗ്രൂപ്പുകാരുടെ പണ്ഡിതന്മാർ പ്രസംഗിക്കുന്ന മാതിരി വിശ്വാസം പ്രവൃത്തിയാൽ തെളിയിച്ചുകൊണ്ട് എന്നും പറഞ്ഞ് താരതമ്യം ചെയ്ത് ഒന്നിച്ചു നിൽക്കുമോ? എൻ്റെ പ്രിയമുള്ളവരെ, ഇത് രണ്ട് കൂട്ടരും രണ്ട് കാര്യങ്ങൾ രണ്ടായിട്ട് പറയാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. രണ്ട് കൂട്ടരും പറയാനുള്ള കാരണം എന്ന് പറയുന്നത് രണ്ട് കൂട്ടരും രണ്ട് വിശ്വാസത്തിലാണ്, രണ്ട് നീതീകരണ ദൈവിക വ്യവസ്ഥയിലാണ്. ദൈവത്തിന് രണ്ടുവിധ നീതീകരണ വ്യവസ്ഥയുണ്ടോ? ന്യായപ്രമാണം ചെയ്യുന്നവരെ ന്യായപ്രമാണത്താൽ നീതീകരിക്കുന്ന വ്യവസ്ഥയുണ്ടോ? ഇല്ല. ഇപ്പം നമ്മൾ റോമാലേഖനത്തിൽ വായിച്ചെന്തുന്ന ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ.
പിന്നെ ഇതിനെ യഹൂദന് ന്യായപ്രമാണം കൊടുത്തേ? അത് ദൈവത്തിൻ്റെ ആ കാലം മുതലുള്ളായിരിക്കുന്ന യഹൂദനോടുള്ളായിരിക്കുന്ന ഒരു പദ്ധതിയാണ് അവിടെ നമ്മൾ കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ആ മോശയുടെ കാലം മുതൽ യഹൂദൻ എന്ന് പറയുന്ന ജനത ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടായിരിക്കുന്ന ഒരു ജനതയാണ്, ഭാഗ്യമുള്ളൊരു ജനതയാണ്. അവർക്ക് ദൈവം തൻ്റെ മക്കൾ എന്നുള്ളായിരിക്കുന്ന പദവി നൽകിയിട്ടുണ്ട്. അവരെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവർ ന്യായപ്രമാണം അനുസരിക്കണം. അതിനുവേണ്ടി ന്യായപ്രമാണം കൊടുത്തു. എന്നാൽ ആ ന്യായപ്രമാണം കൊണ്ടൊന്നും ആർക്കും രക്ഷയില്ല, ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. പിന്നെയോ അവരുടെ നീതീകരണം വരുന്നത് എങ്ങനെയാണ്? അവരുടെ നീതീകരണം വരുന്നതും കാൽവരി കുരിശിലെ യാഗമരണത്തിലെ ക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. എന്നാൽ അത് അവർക്കറിയാമോ? അവർക്കത് അറിഞ്ഞുകൂടാ. ക്രൂശിൽ കർത്താവായി യേശു ക്രിസ്തു മരിച്ചത് അവരുടെ പാപത്തിൻ്റെ പരിഹാരത്തിനാണെന്നൊന്നും അവർക്ക് ആദ്യകാലങ്ങളിലൊന്നും മനസ്സിലായില്ല. അവസാനമൊക്കെ ചില സൂചനകൾ അവരുടെ എഴുത്തുകളിൽ കാണാനുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അവർക്ക് ആ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല, അവർക്കത് മനസ്സിലായിക്കൊള്ളുന്നില്ല. അവർ വിശ്വസിക്കേണ്ടത് യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുകയും അവർ ചെയ്തു പോരുന്നതായിരിക്കുന്ന ന്യായപ്രമാണം മുൻപോട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. നീതീകരണം എപ്പോഴും വരുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് ഒരു പാപിയായ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ കാണണം. റോമാലേഖനം 5-ാം അധ്യായത്തിന് 9-ാം വാക്യം, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. എന്തെന്നാ വായിച്ചേ? നീതീകരണം എങ്ങനെയാണ് വരുന്നത്? അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നീതീകരണത്തിനുള്ളായിരിക്കുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തം മാത്രമാണ് എന്ന് അവിടെ നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ എഫേസ്യർ 1:7 അവിടെ വായിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. എന്നാൽ അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തിനാണ് ഈ പറയുന്നതായിരിക്കുന്ന യാക്കോബിൻ്റെയും പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും യൂദയുടെയും ഇങ്ങനെ ഇവരുടെയൊക്കെ ലേഖനങ്ങൾ എന്തിന് ബൈബിളിൽ ഉൾപ്പെടുത്തി എന്ന് നിങ്ങൾ ചോദിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, യഹൂദൻ എന്നുള്ളതായിരിക്കുന്ന പദ്ധതി ദൈവം കൈവിട്ടു. എപ്പോൾ? ഈ പറയുന്നതായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ യഹൂദ സമൂഹം ഒന്നാകെ ത്യജിച്ച് കളഞ്ഞപ്പോൾ ഒരു കുറച്ച് പേരെ കർത്താവിന് വിശ്വസിച്ചുള്ളൂ. ആ ത്യജിച്ച് കളഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ യഹൂദൻ എന്നുള്ളതായിരിക്കുന്ന പദ്ധതി ദൈവം താൽക്കാലികമായി നിർത്തിവെച്ചു. ആ പദ്ധതി നിർത്തിവെച്ചിരിക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതി നിർത്തിവെച്ചു എന്ന് വളരെ വ്യക്തമായി തിരുവെഴുത്ത് നമ്മളോട് പറയുന്നുണ്ട്. തിരുവെഴുത്തിൽ പറയുന്ന നോക്കിയേ, എത്ര വാക്യങ്ങളാണെന്നറിയോ? റോമാലേഖനം 11:11, എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയതെന്ന് ഞാൻ ചോദിക്കുന്നു, ഒരു നാളുമല്ല. അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നേ ഉള്ളൂ. അവർ ലംഘിച്ചു, ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി ലംഘിച്ചതുകൊണ്ട് അവർ വീണുപോയി. താഴേക്ക് വായിക്കുക, എന്നാൽ അവരുടെ ലംഘനം അവരുടെ എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായെങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം. ദൈവം ഇനിയും അവരോട് ഇടപെടും. എന്തിനാണ് ഈ യാക്കോബ് മുതലുള്ളായിരിക്കുന്ന ലേഖനങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ യാക്കോബും ഈ പറയുന്ന പത്രോസും യോഹന്നാനും ഒക്കെ ലേഖനം എഴുതുന്ന കാലത്ത് ദൈവം യഹൂദനെന്നുള്ളായിരിക്കുന്ന പദ്ധതി നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷെ നിർത്തിവെച്ചു എന്നുള്ളത് ആർക്കറിയില്ല? പത്രോസിനറിയില്ല, യാക്കോബിനറിയില്ല, യോഹന്നാനറിയില്ല, 12 അപ്പോസ്തലന്മാർക്കറിയില്ല, യെരുശലേമിലെ സഭയ്ക്കറിയില്ല. എന്നാൽ പൗലോസിന് മനസ്സിലായി അവർ വീണു. അവരുടെ വീഴ്ച ജാതികളുടെ രക്ഷയ്ക്ക് കാരണമായെന്ന്. ഇനിയും വായിക്കാം, എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കാൻ ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക് വല്ലവിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. അവരുടെ ഭ്രംശം ഛേദിക്കപ്പെട്ടുപോയി. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി. ലോകത്തിലെ സകല ഭാവികൾക്കും രക്ഷയ്ക്കുള്ള വഴി തുറന്നു. യഹൂദൻ എന്ന പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചു. ന്യായപ്രമാണം എന്ന പദ്ധതി നിർത്തിവെച്ചു, സ്റ്റോപ്പ് ചെയ്തു. ഇന്ന് ന്യായപ്രമാണത്തിൻ്റെ പദ്ധതി യഹൂദന് പോലും ഇല്ല. അത് മനസ്സിലാക്കണം. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? നോക്കിയാൽ എത്ര വ്യക്തമാണെന്നറിയോ? ഇത് എത്ര കാലത്തേക്ക് അവരുടെ ഈ ന്യായപ്രമാണ പദ്ധതി സ്റ്റോപ്പ് ചെയ്തത്?
പക്ഷേ ഈ പറയുന്ന ന്യായപ്രമാണ പദ്ധതി സ്റ്റോപ്പ് ചെയ്തൊന്നും യാക്കോബിനും അറിയില്ല, പത്രോസിനും അറിയില്ല, യോഹന്നാനും അറിയില്ല, യൂദയ്ക്കും അറിയില്ല, ഇവർക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് അവരുടെ കൂടെയുള്ള യെരുശലേമിലെ സഭയിൽ നിന്ന് ചെതറിപ്പോയ 12 ഗോത്രങ്ങൾക്കും പ്രബോധനങ്ങളും എഴുത്തുകളും കത്തുകളും ഒക്കെ അവരയച്ചു. യാക്കോബ് എഴുതുന്ന ആർക്കാ? നിങ്ങൾക്കറിയാമല്ലോ. യാക്കോബ് 1:1 ചെതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കാണ്. യെരുശലേമിലെ സഭയിൽ നിന്ന് ചെതറിപ്പോയവരായിരിക്കുന്നവർക്ക് യാക്കോബ് ലേഖനം എഴുതുന്നത്. പത്രോസും എഴുതുന്നത് അവർക്ക് തന്നെയാണ്, യോഹന്നാനും എഴുതുന്നത് അവർക്ക് തന്നെയാണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന യഹൂദൻ എന്നുള്ളതായിരിക്കുന്ന ന്യായപ്രമാണത്തിലൂടെ ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് ന്യായപ്രമാണം പ്രവർത്തിച്ച് നീതീകരിക്കപ്പെടുന്ന അവരുടെ ആ പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ന്യായപ്രമാണത്തിൽ നീതീകരണം വരുമോ? ഇല്ല. അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാവേ, ഇപ്പോൾ തന്നെ വായിച്ച് കേൾപ്പിക്കാം. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഹൂദൻ്റെ വീഴ്ചയ്ക്ക് ശേഷം ഇവർ വിശ്വസിക്കുന്നതും ആചരിക്കുന്നതും ന്യായപ്രമാണമാണ്. ഇവർ ന്യായപ്രമാണത്തിൽ നിന്നുകൊണ്ടാണ് എഴുതുന്നത്. പ്രവർത്തിയാലാണ് നീതീകരണം. അബ്രഹാം പ്രവർത്തിയാലാണ് നീതീകരിക്കപ്പെട്ടത്. പ്രവർത്തിക്കാത്തവന് നീതിയില്ല. പ്രവർത്തിക്കാത്തവരാരും ദൈവത്തിൻ്റെ മക്കളല്ല. യോഹന്നാനൊക്കെ പറയുന്ന പോലെ നീതി പ്രവർത്തിക്കാത്തവനാരും ദൈവത്തിൽ നിന്ന് ജനിച്ചവനല്ല എന്ന് അവർ പറയാൻ കാരണം അതാ. പൗലോസ് പറയുന്നത് യാതൊരു പ്രവൃത്തിയാലും അല്ല, കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ലെന്ന് പറയുന്ന പൗലോസും പ്രവൃത്തിയാൽ നീതീകരണം അന്വേഷിക്കുന്ന ഈ പറയുന്ന യെരുശലേമിലെ 12 അപ്പോസ്തലന്മാരും. അപ്പോൾ പിന്നെ എന്തിനാണ് അവർക്ക് ഈ ഇങ്ങനെ ഒരു പദ്ധതി കൊടുത്തത്, ദൈവം കൊടുത്തത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 3-4-5 ലേഖനങ്ങൾ എഴുതാനായിട്ട് എന്തിനു പ്രേരിപ്പിച്ചു? പൗലോസിൻ്റെ ഈ എഴുത്തുകളുടെയൊക്കെ കാലം കഴിഞ്ഞിട്ടൊക്കെ ഇവർ എഴുതിയത്. യാക്കോബിൻ്റെ ലേഖനം മാത്രമേ അല്പം മുമ്പ് എഴുതിയെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അല്പം മുമ്പ് എന്ന് പറഞ്ഞാൽ 50-55 എഴുതിയെന്നൊക്കെ പറയുന്നത് യാക്കോബിൻ്റെ ലേഖനം. മറ്റതൊക്കെ ഏകദേശം 66, 68, 70 ആ കാലഘട്ടങ്ങളിലാണ് ഈ പത്രോസും യോഹന്നാനും ഒക്കെ എഴുതുന്നത്. അത് മനസ്സിലായോ? ഇതിനു മുമ്പേ പൗലോസ് ഈ കൃപയുടെ സുവിശേഷം, അതായത് വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളതായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരുപാട് സാക്ഷ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തിനാ അവർ അവസാനം കൊണ്ടേ അത് എഴുതി വെച്ചു? ബൈബിളിൻ്റെ ഓർഡർ നിങ്ങൾ കണ്ടോ? ബൈബിളിലെ ആ ഓർഡർ കണ്ടോ? അപ്പോസ്തല പ്രവൃത്തി കഴിഞ്ഞിട്ട്, അപ്പോസ്തല പ്രവൃത്തിയിൽ 3/4 ഭാഗവും പൗലോസിൻ്റെ പ്രവൃത്തികളല്ലേ? 12 അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയാണോ? അല്ലല്ലോ. അപ്പോസ്തല പ്രവൃത്തി കഴിഞ്ഞിട്ട് പൗലോസിൻ്റെ 13 ലേഖനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പിന്നെ അതിൻ്റെ ഇടയിൽ പത്രോസിൻ്റെയും അതിൻ്റെ അപ്പുറത്ത് പൗലോസിൻ്റെയും അപ്പുറത്ത് യോഹന്നാൻ്റെയും ഒക്കെ ആയിട്ട് എങ്ങനെ എഴുതിപ്പോയാൽ പോരായിരുന്നു? എന്താ എഴുതാഞ്ഞ്? ദൈവം അതും ഒരു ക്രമത്തിലാണ് ബൈബിളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം ഈ ബൈബിൾ ക്രോഡീകരിച്ചവരെ നിയന്ത്രിക്കുന്നതും ദൈവത്തിൻ്റെ ആത്മാവ്. ഈ ബൈബിളിൽ ഇങ്ങനെ ക്രോഡീകരണം വരണമെങ്കിൽ അത് മനുഷ്യരുടെ പ്രവൃത്തിയാണ്. അവരെയും ദൈവത്തിൻ്റെ ആത്മാവാണ് നിയന്ത്രിക്കുന്നത്. ഈ പറയുന്ന യാക്കോബും യോഹന്നാനും പത്രോസും ഒക്കെ ലേഖനം എഴുതിയിരിക്കുന്നത് യഹൂദൻ്റെ നിർത്തിവെച്ച പ്രോഗ്രാം അവർക്കറിയില്ല. ആ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന കാര്യം അവർക്കറിയില്ല. വീണ്ടും അത് ഓപ്പൺ ചെയ്യും. എപ്പോൾ റീഓപ്പൺ ചെയ്യും? ജാതികളുടെ പൂർണ്ണസംഖ്യ ചേർന്ന് കഴിയുമ്പോൾ. റോമലേഖനം 11:25 പറയാണ്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. വിടിവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അവക്തിയെ മാറ്റും. കാലം വരുമെന്ന് പൗലോസ് പറയാം. വിടിവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അവക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം. ദൈവം വീണ്ടും അവരോട് ഇടപെടുന്ന കാലത്തും അവരെ സംബന്ധിച്ച് ന്യായപ്രമാണം തിരിച്ചു വരും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ, അവരുടെ പാപം നീക്കുന്നത് ന്യായപ്രമാണത്താലല്ല, ഞാൻ അവരോട് വീണ്ടും ഇടപെട്ട് അവരെ എൻ്റെ സന്നിധിയിലേക്ക് തിരികെ ചേർക്കുന്ന കാലത്ത് ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്നെഴുതിയിരിക്കുന്നുവല്ലോ. എത്ര വ്യക്തമാണെന്നറിയാമോ? ദൈവം ഇനി യഹൂദനോട് ഇടപെടും. എപ്പോൾ? ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുമ്പോൾ. എന്ന് പറഞ്ഞാൽ സഭയുടെ ഈ കാലത്തെ കൃപായുഗ സഭയുടെ ഉൽപ്രാവണം കഴിയുമ്പോൾ ദൈവം 7 വർഷത്തെ മഹാപീഡനവും അതിനുശേഷം 1000 ആണ്ട് യഹൂദന് വേണ്ടിയുള്ള വാഴ്ചയും ഒക്കെ ആയിട്ട് ദൈവം വീണ്ടും അവരോട് ഇടപെടുന്ന ഒരു കാലം വരും. 7 വർഷത്തെ മഹാപീഡനത്തിൽ ഈ പറയുന്നതായിരിക്കുന്ന ലേഖനങ്ങൾ, മഹാപീഡനകാലത്ത് ഒരുപാട് യഹൂദന്മാർ ക്രിസ്തുവിനെ വിശ്വസിക്കും കേട്ടോ. മഹാപീഡന കാലത്ത് ഒരുപാട് യഹൂദന്മാർ ക്രിസ്തുവിനെ വിശ്വസിക്കും. അവരുടെ കൂടിവരവുകളുണ്ടാവും. അന്ന് അവർ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുവാൻ, അന്ന് അവർ തിരുവെഴുത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണമാണ് ഈ യാക്കോബിനെ കൊണ്ടും പത്രോസിനെ കൊണ്ടും യോഹന്നാനെ കൊണ്ടും തിരുവെഴുത്തുകൾ എഴുതി വെപ്പിച്ചിരിക്കുന്നത്. കാരണം അവരുടെ കാലഘട്ടം കഴിഞ്ഞാൽ
ഈ അപ്പോസ്തലന്മാരുടെ കാലഘട്ടം കഴിഞ്ഞാൽ തിരുവെഴുത്ത് എഴുതാൻ ആളില്ല. അപ്പോൾ ഭാവിയിൽ സംഭവിക്കാനുള്ള യഹൂദൻ്റെ തിരിച്ചുവരവിൻ്റെ കാലത്ത് അവരെ പ്രബോധിപ്പിക്കേണ്ടതിന് വേണ്ടി ആണ് അവർക്ക് ഈ തിരുവെഴുത്തുകൾ അന്നേ അപ്പോസ്തലന്മാരിലൂടെ എഴുതി വെപ്പിച്ചത്. ഇത് മനസ്സിലാക്കണം. ഈ പറയുന്നതായിരിക്കുന്ന യാക്കോബിൻ്റെ ലേഖനം മുതൽ അങ്ങോട്ടുള്ള, അല്ലെങ്കിൽ എബ്രായ ലേഖനം മുതൽ അങ്ങോട്ടുള്ളായിരിക്കുന്ന ലേഖനങ്ങൾ, അല്ലെങ്കിൽ അങ്ങോട്ടുള്ളായിരിക്കുന്ന തിരുവെഴുത്തുകളെല്ലാം തന്നെ ഭാവിയിൽ ദൈവം യഹൂദനോട് ഇടപെടുന്ന കാലത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് ഇന്നത്തെ വിശ്വാസികൾ എന്ത് ചെയ്യും? യാക്കോബിൻ്റെ ലേഖനം എടുക്കും, യോഹന്നാൻ്റെ ലേഖനം എടുക്കും, പത്രോസിൻ്റെ എടുക്കും. എന്നിട്ട് അതിനകത്ത് കാണുന്ന പൗലോസിൻ്റെ എഴുത്തുകളിൽ നിന്ന് ഘടകവിരുദ്ധമായിരിക്കുന്ന അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളായിരിക്കുന്ന കാര്യങ്ങളെ എടുത്തിട്ട് അതിനെ താരതമ്യം ചെയ്ത് ഉരുട്ടി പെരട്ടി ഒരു ഒറ്റ കോളമാക്കി വയ്ക്കും. വിശ്വാസവും വേണം, പ്രവൃത്തിയും വേണം. വിശ്വാസം പ്രവൃത്തികൾ കാണിക്കണം. അതിനു വേണ്ടിയിട്ട് ഒരുപാട് നീതി പ്രവൃത്തികളും കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പത്രോസ് യാക്കോബ് ലേഖനം എഴുതിയെന്ന്? യഹൂദൻ യഥാസ്ഥാനപ്പെടുന്ന കാലത്ത് അവർക്ക് വായിക്കാൻ തിരുവെഴുത്തുകൾ വേണം. യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർക്ക് ബോധം വരണം. അപ്പോൾ അവരന്ന് നീതീകരിക്കപ്പെടുന്നത്, രക്ഷിക്കപ്പെടുന്നത് ആ ന്യായപ്രമാണം കൊണ്ടാണോ? ന്യായപ്രമാണം കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതിരിക്കപ്പെടില്ലെന്ന് പോലും എഴുതിയില്ലേ? പിന്നെ എന്തിനാ അവർക്ക് ന്യായപ്രമാണം കൊടുത്തേ? അവർക്ക് ന്യായപ്രമാണം കൊടുത്തിരിക്കുന്നത് അവരുള്ളിടത്തോളം കാലം, യഹൂദന്മാരുള്ളിടത്തോളം കാലം അവരെ വിട്ട് നീങ്ങിപ്പോവില്ല. അതവർ ചെയ്യണം. അവർ നീതീകരിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. ഞാനൊരു വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 5-ാം അധ്യായം, 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നത്. ആരെഴുതിയതാ? പൗലോസ്. എന്താ പറഞ്ഞത്? ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ എന്ന് പറഞ്ഞാൽ ഏത് കാലത്ത്? ആദാമ്യ കാലം മുതൽ ഉള്ളതായിരിക്കുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ ലംഘനങ്ങളെ ദൈവം കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു വന്നു. എങ്ങനെയാണ് നീതീകരണം വരുന്നത്? ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരണം വരുന്നു. ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു വന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ന് ഞങ്ങൾ പറയുന്നതായിരിക്കുന്ന സുവിശേഷം, പൗലോസിനോട് കൂടെയുള്ളവരും പറയുന്നതായിരിക്കുന്ന കൃപയുടെ സുവിശേഷം, വിശ്വാസത്താൽ നീതീകരണം എന്ന കൃപയുടെ സുവിശേഷത്താലാണ് ലോക സ്ഥാപനം മുതലുള്ളായിരിക്കുന്ന മനുഷ്യർ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചത്, ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെട്ടത്. ഞങ്ങൾ പറയുന്ന സുവിശേഷം ഏതാ ഞങ്ങൾ പറയുന്ന സുവിശേഷം? ക്രിസ്തു സകല മനുഷ്യരുടെയും പാപത്തിനു വേണ്ടി മരിച്ചു എന്നുള്ളത്. ഏതൊരു യഹൂദനും ഏത് കാലത്തും നീതീകരിക്കപ്പെടുന്ന ക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. എന്നാൽ അവർക്ക് എന്ത് ചെയ്യണം? ദൈവം കൊടുത്തതായിരിക്കുന്ന ആ സ്വർഗീയ നിയമമായ ന്യായപ്രമാണം അവർ പാലിക്കണം. ന്യായപ്രമാണം പാലിക്കണം. ഇനി വരുന്ന കാലങ്ങളിൽ മഹാപീഡന കാലത്താകട്ടെ, 1000 ആണ്ട് കാലത്താകട്ടെ, അവർക്ക് ദേവാലയമുണ്ട്, അവർക്ക് പുരോഹിതന്മാരുണ്ട്, അവർക്ക് യാഗങ്ങളുണ്ട്. അവരത് ചെയ്യണം. അപ്പോൾ അവരെന്ത് പറഞ്ഞുകൊണ്ടിരിക്കും? പ്രവൃത്തിയല്ല നീതീകരണം, പ്രവൃത്തിയല്ല നീതീകരണം. പക്ഷെ പൗലോസ് ഇവിടെ എന്ത് പറഞ്ഞറിയാമോ? ഒരുത്തിനെ പ്രവൃത്തിയാലല്ല, ലോകസ്ഥാപനം മുതൽ ലോകത്തെ നിരപ്പിച്ച് ദൈവം മനുഷ്യനെ ദൈവത്തോട് നിരപ്പിച്ചു പോകുന്നത് ഇന്ന് ഞങ്ങൾ പറയുന്ന ശുശ്രൂഷയാലാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ കാലത്ത് നമുക്കത് ഡയറക്റ്റായിട്ട് കിട്ടിയിരിക്കുകയാണ്. പണ്ട് കാലത്ത് എങ്ങനെ നീതീകരണം വരുന്നത്? ക്രിസ്തു കാൽവരിയിൽ മരിക്കുന്ന ആ മരണത്താലാണ് നീതീകരണം വരുന്നതെന്ന് അങ്ങ് നോഹയുടെ കാലത്തും അബ്രഹാമിൻ്റെ കാലത്തും അതിനപ്പുറത്തുള്ള കാലത്തും എല്ലാം നീതീകരണം വരുന്ന ക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. എന്നാൽ അന്നത് മറഞ്ഞിരിക്കുകയായിരുന്നു. ഈ കർത്താവായി യേശു ക്രിസ്തു വന്ന കാലത്തും കർത്താവിൻ്റെ ഉപദേശത്തിൽ ന്യായപ്രമാണമാണ്. യഹൂദന്മാർ ന്യായപ്രമാണം ആചരിച്ച് അവർക്കും ഈ നീതീകരണത്തിൻ്റെ ദൈവിക പദ്ധതി എന്താണെന്നുള്ളത് മറഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവർ ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചു. എന്നാൽ അന്നും ഇന്നും ഏത് കാലത്തും മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് നീതീകരിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. എന്നാൽ യഹൂദന്മാർക്ക് ന്യായപ്രമാണം എന്നേക്കുമായി കൊടുത്തിരിക്കുകയാണ്. യഹൂദൻ എന്നുള്ളായിരിക്കുന്ന ഒരു ജാതി ഈ ഭൂമുഖത്ത് ദൈവത്തിൻ്റെ പദ്ധതിயின் പ്രകാരം വീണ്ടും യഥാസ്ഥാനപ്പെട്ട് വീണ്ടും ദൈവത്തിൻ്റെ വഴികളിലേക്ക് വരുമ്പോഴും അവർക്ക് ദേവാലയമുണ്ട്, അവർക്ക് പുരോഹിതന്മാരുണ്ട്, അവർക്ക് യാഗങ്ങളുണ്ട്. പക്ഷെ ആ യാഗങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത് 2000 വർഷം മുമ്പ്. ഇനി അവർ കഴിക്കുന്ന യാഗങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത് 2000 വർഷം മുമ്പ് കാൽവരി കുരിശിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ ഓർമ്മ ആണ്.
ഓർമ്മയായിട്ടാണെങ്കിലും അവർ ആ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ അവർ ചെയ്യണം. അത് അവർക്ക് കൊടുത്ത നിയമമാണ്. അത് മനസ്സിലാക്കുക. നമ്മളെന്നൊക്കെ കർത്തൃമേശ ആചരിക്കുകയാണെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിച്ചുകൊണ്ടല്ലേ അത് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവർ ഇനിയും വരാനിരിക്കുന്ന കാലങ്ങളിൽ ദേവാലയവും പുരോഹിതന്മാരും യാഗങ്ങളും ഒക്കെ ഉള്ളപ്പോൾ അവർ ചെയ്യുന്നതിൻ്റെ കാരണം അവർ ആ ക്രിസ്തുവിനെ ഓർത്തുകൊണ്ടാണ്. പണ്ട് കാലത്ത് ക്രിസ്തു മരിക്കുന്നതിന് മുമ്പുള്ള കാലത്ത് അവർ വിചാരിച്ചത് ഇതാണ് നീതീകരണത്തിൻ്റെ ദൈവവ്യവസ്ഥ എന്നാണ്. എന്നാൽ അതല്ലായിരുന്നു. യഥാർത്ഥ പാപപരിഹാരമായ കുഞ്ഞാട് ക്രിസ്തുവായിരുന്നു. ഏത് മനുഷ്യൻ നീതീകരിക്കപ്പെടുന്ന ക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. പക്ഷേ യാക്കോബ് എഴുതിയിരിക്കുന്നതും യോഹന്നാൻ എഴുതിയിരിക്കുന്നതും പത്രോസ് എഴുതിയിരിക്കുന്നതും യോധ എഴുതിയിരിക്കുന്ന ആ ലേഖനങ്ങളൊന്നും ഈ കാലത്ത് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് നമുക്ക് ബൈബിളിൽ വൈരുദ്ധ്യം തോന്നുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രവൃത്തിയാൽ നീതീകരണം അന്വേഷിക്കരുതേ. ഞാൻ അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള നീതീകരണത്താൽ പരിപൂർണമായി നീതീകരിക്കപ്പെട്ടവരാണ്. വിശ്വസിക്കുന്ന ഏവനും നീതീകരിക്കപ്പെട്ടവനാണ്. ഇനിയൊരു പ്രവൃത്തിയുടെ നീതീകരണം ആർക്കും ആവശ്യമില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കുകയും ദൈവം നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ഒരുപാട് സമയം ഞാൻ സംസാരിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയുള്ള വാക്യങ്ങളൊന്നും വായിക്കാതെ ഞാൻ വിടുകയാണ്. ധാരാളം വാക്യങ്ങളുണ്ട്. നമ്മുടെ പൗലോസ് പറയുന്നത് യാക്കോബ് പറയുന്നത് രണ്ടും രണ്ട് വൈരുദ്ധ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഇതെന്ത് കാരണം കൊണ്ടാണെന്ന് മനസ്സിലായോ? യാക്കോബ് എഴുതിയിരിക്കുന്നത് വീണ്ടും യഹൂദന് യഥാസ്ഥാനപ്പെടുന്ന കാലത്ത് അവർക്ക് അന്ന് പ്രമാണിക്കാനും ആചരിക്കാനും ഉണ്ടായിരിക്കുന്ന തിരുവെഴുത്തുകളാണ് യാക്കോബിലൂടെ ദൈവം എഴുതി വെച്ചത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇന്ന് നമുക്കെടുത്ത് പ്രയോഗിക്കാനുള്ളതായിരിക്കുന്ന എഴുത്തുകളൊന്നും അല്ലാതെ നമ്മളോട് സംസാരിച്ച എഴുത്തുകളുമല്ല. ഇന്ന് നമുക്കുള്ളതായിരിക്കുന്ന തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസിലൂടെ കർത്താവ് നമുക്ക് തന്ന കൃപയാലുള്ള രക്ഷയാണ്. യാതൊന്നും പ്രവൃത്തിയാലല്ല നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. എൻ്റെ കഴിവിക്കാരെ അവരെയും ദൈവം സഹായിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.